ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇനി ഹദീസ് നോക്കിയാലോ, കഅബ ശരീഫ് തവാഫ് ചെയ്യുന്ന സമയം അതേ ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിയുടെയും ഇടക്കുള്ള സമയത്ത് പോലും ദുആ ചെയ്യാൻ ഏറ്റവും പുണ്യമുള്ള ദുആ اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ദുനിയാവിൽ കൊടുക്കുന്നവനും അല്ലാഹ്, ആഖിറത്തിൽ കൊടുക്കുന്നവനും അല്ലാഹ്. അവനല്ലാതെ കൊടുക്കുന്നവനില്ലല്ലോ, അവനല്ലാതെ തടയുന്നവനില്ലല്ലോ. അവനോടുള്ള പ്രാർത്ഥന അത് വർദ്ധിപ്പിക്കുക. അദ്ദുആഉ ഹുവൽ ഇബാദ. മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവോട് നടത്തുന്ന ദുആ അത് വളരെ പുണ്യമുള്ള പരിപൂർണമായ ഇബാദത്താണ്.